ഒരു കയ്യിലിട്ടാ പോരെ, രണ്ട് കയ്യിലും ഇത്ര സാധനങ്ങൾ ഇടേണ്ടത് എന്തോന്ന് ഇത്? അത് ഇട്ടോ പിടി. ഓക്കെ. പിന്നെ നമ്മുടെ കൈ തീരെ കൊച്ചാണ്, അപ്പൊ അതുകൊണ്ട് കൊച്ചാക്കില്ല. അതാ ഫുൾ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞാൻ കുറെ വർഷമായി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ചെയ്യാൻ പറ്റി, കാരണം ഞങ്ങൾ വന്നിട്ട് ഭയങ്കര ഫുഡ് ക്രേവിംഗ് ആയിരുന്നു, ഹോംലി ഫുഡ് കഴിക്കാൻ. ആൻഡ് എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് എന്നൊന്നും ഞാൻ പറയില്ല, എൻ്റെ ഫേവറേറ്റ് ഫുഡ് എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ചിക്കൻ തോരൻ, ആക്ച്വലി 4 കാര്യമുണ്ട്. ചിക്കൻ തോരൻ, മുട്ട അവിയല്, അതുപോലെ തന്നെ ബിരിയാണി. അത് എനിക്ക് ഉറപ്പാണ് വേറെ എവിടെ ഇങ്ങനത്തെ ഒരു റെസിപ്പി കാണില്ല. എത്ര വലിയ ഷെഫും എത്ര വർഷങ്ങളായി ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത് പറ്റില്ല. എനിക്കൊന്നൊരു 2 generations പാസ് ഡൗൺ ചെയ്താണ്. അതുപോലെ പോക്ക് വെന്താലും. സോ ഇന്ന് ആ ഒരു ബിരിയാണി ഉണ്ടാക്കാനാണ് പോകുന്നത്. ഐ കാൺ വെയിറ്റ് ടു ഈറ്റ് ഇറ്റ്. അതാണ് ഒരു മെയിൻ തിങ്. സോ അമ്മയുടെ ഫുൾ സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. സോ വെൽക്കം ടു ബിരിയാണി കുക്കിംഗ് വ്ളോഗ്. എന്നെ മിസ് ചെയ്തോ ഞാൻ തൈവാരി പോയപ്പോ? ഇല്ലായിരുന്നു. ഓ, അതാ മെലിഞ്ഞ് ക്ഷീണിച്ച് ഷോലിച്ചു പോയിരിക്കുന്നു. ടെൻഷൻ ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് അമ്മയ്ക്ക് ഒരു ക്രെഡിറ്റും കിട്ടാൻ പോകുന്നില്ല, കാരണം ഇത് അമ്മയുടെ റെസിപ്പി അല്ല, ആച്ചിയുടെ റെസിപ്പിയാണ്. ആച്ചി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആച്ചിയുടെ റെസിപ്പിയാണ് ഇത്. അപ്പൊ എന്തൊക്കെയാണ് സംഭവം? എല്ലാവർക്കും ഈദൊക്കെ കഴിഞ്ഞു അമ്മ. ഈദും കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഈദിന് ബിരിയാണി കുക്ക് ചെയ്യായിരുന്നു. ഓക്കെ, പോട്ടെ. അടുത്ത ഈദിന് അല്ലെങ്കിൽ എല്ലാരും കുക്ക് ചെയ്യും ബിരിയാണി. ഓക്കെ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് സംഭവങ്ങള്? ഈ അരി കുക്ക് ചെയ്ത് നമ്മൾ കാണിക്കാം, അതെങ്ങനെ കുക്ക് ചെയ്തെന്ന് നമ്മൾ കാണിക്കാം. മറ്റേ റൈസ് കുക്കർ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലോ, സൂപ്പർ സംഭവമാണ്. ഇതാണ് അഗാരോയുടെ ഇലക്ട്രിക്കൽ റൈസ് കുക്കർ. നമ്മൾ കൊറിയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ലൈക്ക് കൊറിയ, ജപ്പാൻ, ബാങ്കോക്ക്, മലേഷ്യ, സിംഗപ്പൂർ, തായ്വാൻ, എവിടെ പോയാലും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അപ്ലയൻസ് ആണ് ഈ റൈസ് കുക്കർ. നമ്മുടെ കേരളത്തിൽ ശരിക്കും അത്യാവശ്യമാണ്, കാരണം നമ്മൾ ഒരുപാട് റൈസ് കഴിക്കുന്നത്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ റൈസ് കുക്ക് ചെയ്യാനുള്ള എളുപ്പമാണ്. ഇതുപോലെ ഒരു ഈസി ലിവർ ഉണ്ട്. ഇതിന്റെ അകത്ത് കുറെ മെഷർമെന്റ്സ് ഉണ്ട്. അതല്ലാതെ ഇവർ ഇതിന്റെ കൂടെ നമുക്ക് ഒരു കപ്പും തരുന്നുണ്ട്. സോ ഇതില് നമ്മൾ അരി എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഒരു ഫുൾ എന്ന് പറഞ്ഞാൽ 1 കപ്പാണ്. അങ്ങനെ 2 കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് പറഞ്ഞ ഒരു മെഷർമെന്റ് ഉണ്ട്. അത്രയും വെള്ളം നിറയ്ക്കുക, അത്രേ ഉള്ളൂ ഇൻസ്ട്രക്ഷൻസ്. അതല്ലാതെ നമുക്ക് ഏകദേശം 1.5 കിലോ അരി ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റും. സോ സുഖമായിട്ട് ഒരു വീട്ടിലേക്കുള്ള അരി സുഖമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. ഞാൻ ഇപ്പം ബസ്മതി റൈസ് ഞങ്ങൾ കുക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. സാധാരണ അരി കുക്ക് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാവേ. കണ്ട അരി ഉണ്ടാക്കുന്ന എന്ത് എളുപ്പമെന്ന് കണ്ട. ഇതൊക്കെയാണ് ടെക്നോളജി എന്നൊക്കെ പറയുന്നത് അമ്മ. ഓക്കെ, ഇട്. സോ ഇതിൽ ഞാൻ പറഞ്ഞുള്ള 2 കപ്പിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ നിറയ്ക്കാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരെ കഴുകിയ അരി ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഓൺ ചെയ്താൽ അരി ആവുമ്പോ തന്നെ ഓഫ് ആവും. നമ്മൾ അരി ചോറാവുമ്പോ തന്നെ ഓഫ് ആവും. അതിന്റെ ഇടയ്ക്ക് സ്കോർ ചെയ്യാൻ നോക്കുന്നു. സെറാമിക് കോട്ടിംഗ് ആണ്. സോ അത്യാവശ്യം നല്ല ഹീറ്റ് ഇൻസുലേഷൻ കിട്ടും. ഇതിന് ചോറ് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വോം ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ വളരെ ചെറിയ കറണ്ടിൽ ചോറ് വേണമെങ്കിൽ രാത്രി വരെ വോം ആയിരിക്കും. അല്ലാതെ 1 year വാറണ്ടി ഉണ്ട് കേട്ടോ ഈ പ്രോഡക്റ്റിന്. ഇനി ഇത് ജസ്റ്റ് അടയ്ക്കുക. ഇതിന് സ്റ്റീം പോകാനുള്ള വെന്റ് ഉണ്ട്. നമ്മൾ അതിലൊന്നും പണിയണ്ട, അമ്മയ്ക്ക് അതൊക്കെ ഉള്ളതാണ്. ഓക്കെ. എന്നിട്ട് ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ വോമിൽ കിടക്കുന്ന നമുക്ക് ഹീറ്റിംഗിലേക്ക് പോകണമെങ്കിൽ താഴത്തേക്ക് അറിയാം ഹീറ്റിംഗ് ആയി. സോ ഏത് പഴയ ആൾക്കാരാണെങ്കിലും പണ്ടത്തെ കാലത്ത് ഈ വിറകടപ്പിലൊക്കെ വെക്കലായിരുന്നു അമ്മേനെ പോലത്തെ ആൾക്കാരൊക്കെ, അത്രയും പ്രായമുള്ളവര്, അവർക്ക് വരെ ഉപയോഗിക്കാനുള്ള ഈസി ടെക്നോളജിയാണ് ഇത്. ഓക്കെ, പാടാന്ന് പറഞ്ഞ് ഉപയോഗിക്കാതിരിക്കരുത്. ഓക്കെ, അതല്ലാതെ സ്റ്റീമറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കണ്ട ഇതുപോലെ സ്റ്റീമിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോമോസ് ഒക്കെ ഉണ്ടാക്കാം. അത് ഞാൻ പഠിപ്പിച്ചു തരാം. അത് നമുക്ക് തിരിച്ച് ബിരിയാണിയിലേക്ക് തന്നെ പോവാം. കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിൽ കൂടെ സ്റ്റീമൊക്കെ പോകും. നമ്മൾ ഇതിലൊന്നും ചെയ്യണ്ട. ഇത് ജസ്റ്റ് അതിന്റെ നാച്ചുറൽ കുക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയാണ്. കുക്കിംഗ് കഴിഞ്ഞു, കറക്റ്റ് അത് വോമിലേക്ക് പോയി, ഓഫ് ആവില്ല. ഇനി അത് ചൂടായി തന്നെ ഇരിക്കും. കണ്ട ഹീറ്റിംഗ് ചെയ്യുന്ന വോമിലേക്ക് ഓട്ടോമാറ്റിക്കായി പോയി. അങ്ങനെ ബിരിയാണി അറിയോ എന്ത് അരി വേണമെങ്കിലും വെക്കാം. ഇറ്റ്സ് സോ ഈസി, കൺവീനിയന്റ്. ഒൺലി തിങ് വേണ്ടവർക്ക് കുറച്ചും കൂടെ വേവ് വേണം അല്ലെ, അങ്ങനെ വർക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. അപ്പൊ ഇനി നമുക്ക് ബാക്കി നമ്മുടെ ബിരിയാണിയിലേക്ക് പോവാം. അപ്പൊ ഇനി തൊട്ട് ചോറ് വെക്കാൻ നമ്മുടെ അഗാരോന്റെ ഇലക്ട്രിക് കുക്കർ മതി. പാർവതിനെ പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇതിൽ എന്തൊക്കെയാ ഉള്ളത്? ഇതിലിപ്പോ
നമ്മൾ സാധാരണ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ സവോള, Okay. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാവരും ചിക്കൻ കറിക്ക് ഇടുന്നതാണ്. ഓക്കെ. അതെല്ലാം ഇതിലുണ്ട്. ഇതിന്റെ അളവ് അപ്പൊ ഇല്ല, അളവ് അങ്ങനെ അളവ് അമ്മയ്ക്കില്ല. അമ്മ പിന്നെ ഇവരോട് കൈ അളവെന്ന് പറയാ ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്നാ പറ. അപ്പൊ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. സവോള ഒരു 2 വലിയ സവോള. ഓക്കെ. ഓക്കെ. അത് നമ്മൾ മിക്സിയിൽ ഇടാനുള്ളതാണ് ഇതെല്ലാം. കാരണം എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞോളൂ, സ്ലൈസ് ആക്കണം എന്നില്ല. ഓക്കെ. പിന്നെ പച്ചമുളക് കുറച്ച് കഴുകിയത് ഇങ്ങനെ ഒരു പിടി ഇങ്ങനെ എടുത്താൽ മതി. ഇതില് എരിവുള്ളത് ഇത്രയും പച്ചമുളകോ? പച്ചമുളകിലാണ് ഇത് കറി വേവുന്നത്. നോ റെഡ് ചില്ലി. ഓക്കെ. റെഡ് ചില്ലിയേ ഇല്ല. പക്ഷെ ഇത് ഞാൻ ഇത്രയും മതി ആക്ച്വലി. ഓക്കെ. പക്ഷെ അത് സ്പൈസി ചില്ലി ഉണ്ട്, നോൺ സ്പൈസി ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്താ ഞാൻ എടുത്തത്. ഓക്കെ. മുളക് തന്നെ നല്ല എരിവുള്ള മുളകും കിട്ടും. ഓക്കെ. ഞാനിത് എരിവിനും ചിക്കൻ എരിവ് വേണല്ലോ, വേണം. അപ്പൊ അതുകൊണ്ട് എരിവുള്ളതും ഇല്ലാത്തതും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വന്നത്. ഓക്കെ. പിന്നെ ഇഞ്ചി ഇതേപോലെ എല്ലാം ഒരു പിടിയാ എന്റെ അളവ്. അതായത് ഇത് 1 കിലോ അല്ല 1.5 കിലോ ചിക്കൻ ഉണ്ട്. 1.5 കിലോ ചിക്കൻ 1 കിലോ 1.5 അല്ല 1.25 കിലോ ചിക്കന് 1 കിലോ അരി. ഓക്കെ. അപ്പൊ അതിനുള്ളതാണ് ഇതെല്ലാം. ഏകദേശം ഇത്ര ഒരു പിടി മതി. ഞാൻ ഇതൊക്കെ ചിലപ്പോ ബാക്കി കാണും, ഞാൻ അരിഞ്ഞു വെച്ചെന്നുള്ളു. എല്ലാം ഒരു പിടി. ഓക്കെ. വെളുത്തുള്ളി എല്ലാം ഒരു പിടി. എല്ലാം ഒരു പിടി ഇട്ടാ. ഓക്കെ. പിന്നെ നമ്മുടെ കൈ തീരെ കൊച്ചാണ്, അപ്പൊ അതുകൊണ്ട് കൊച്ചാക്കില്ല. അപ്പൊ എന്റെ കൈയൊക്കെ ആണെങ്കിലാണ് ശരിക്കും ഒരു പിടി എന്ന് പറഞ്ഞാ വരുന്നത്. ഓക്കെ. ഇനിയിപ്പോ ഇതിന്റെ കൂടെ എക്സ്ട്രാ വരുന്നത് പുതിന, മിന്റ് ലീഫ്. ഓക്കെ. അത് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വച്ചിരിക്കുകയാണ് ഞാൻ. ഇപ്പൊ ഇങ്ങനെ വച്ചിരിക്കുക അമ്മക്കുമ്പോ കുറച്ചുള്ളൂ, കണ്ടോ? അപ്പൊ നമുക്കത് ഇരുന്നാ പോരെ? നമുക്കത് ഞാൻ ഇങ്ങനെ ഭൂമെന്നിരിക്കാൻ വേണ്ടി. അമ്മനെ പോലെ എന്നെ പോലെ എന്താ ഞാൻ ഉണ്ടാക്കുന്നത്, എന്നെ പോലെ ഇരിക്കണം. പിന്നെ മല്ലിയില. അത് അറിയാലോ, അതും കഴുകി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കയ്യിലെ റിഫ്ലക്ഷൻ ഇതിലടിച്ച് ക്യാമറ അടിച്ചു കേട്ടോ. ഞാൻ വീണ്ടും പറയാം, ഒരു കയ്യിലിട്ടാ പോരെ, 2 കയ്യിലും ഇത്ര സാധനങ്ങൾ ഇടേണ്ടത്. എന്തോന്ന് ഇത്? അതെ ഇട്ടോ, ഞാൻ ഒരു 5 വാങ്ങി തരാം ഇനി. സന്തോഷം. എന്നിട്ട് എനിക്ക് സ്വർണം കിട്ടിക്കണം. സ്വർണം ഇതല്ല, അത് പറ്റില്ല. ഞാൻ ബീഡ്സ് മാത്രം വാങ്ങി തരും. ഞാൻ സ്വർണം കെട്ടിച്ചോ. അല്ലാതെ ഇത്ര സ്വർണം വാങ്ങി കഴിഞ്ഞാൽ സ്വർണം അധികമില്ലേ, 2 ഗ്രാം 1 ഗ്രാം ഒക്കെ ഉള്ളു. എന്നാ വാങ്ങിത്തരാം. ഓക്കെ. വാങ്ങണ്ട, എനിക്ക് ബീഡ്സ് എന്നാ വാങ്ങിത്തരാം, ബീഡ്സ് വാങ്ങിത്തരാം. ഓക്കെ. ഇനിയിപ്പോ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച്, അതായത് മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, പുതിന, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒറ്റ അര കംപ്ലീറ്റ് അരച്ച്. അപ്പൊ ഇതില് മറ്റേ സംഭവങ്ങളൊക്കെ ഇവിടെ മറ്റേ പൊടികളൊന്നും ഇല്ല. ഉപ്പ് നമ്മൾ ഇതെല്ലാം കൂടെ. ഇതിപ്പോ ഞാൻ അപ്പൊ ഭയങ്കര ഹെൽത്തി വേർഷൻ ഓഫ് ബിരിയാണി കൂടെയാണ്. ഓക്കെ. ഡാൽഡ എവിടെ? അമ്മ ഫുൾ ഡാൽഡ. ഇവിടെ ഡാൽഡ കണ്ടിട്ട് ഞാൻ ജനിച്ചപ്പോ കണ്ടതല്ല, കണ്ടിട്ടില്ല. ചുമ്മാ എന്നെ കുറ്റം പറഞ്ഞ് ഞാൻ എല്ലാം കൂടി ഇട്ടേച്ചു പോകും. അപ്പൊ ഡാൽഡയുടെ ആളാണ്. ഇതാണ് മെയിൻ സംഭവം. മേളില് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രൈ ചെയ്ത് വെച്ചത്. അത് ഫ്രൈ ചെയ്തത് എന്തില്ല? ഡാൽഡയില്ല, ഇത് നെയ്യില ഫ്രൈ. യൂഷ്വലി ഞാൻ വെളിച്ചെണ്ണയില ചെയ്യുന്നേ, പിന്നെ വേണ്ട വല്ലപ്പോഴും അല്ലേ. ഇത് കാഷ്നട്ടും ഗീല് ഫ്രൈ. ഇത് മേളില് ഫോർ ഡെക്കറേഷൻ. ഇത് മാറ്റി വെക്കും. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിക്കുക. അത് കഴിഞ്ഞ് ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് അരപ്പ് ഇടും. നമുക്ക് കാണിക്കാം. ഇത് നമ്മൾ ആണെങ്കിൽ അടിക്കട്ടെ. ഇതില് ഇപ്പൊ ഇത് അരക്കേണ്ട എല്ലാ സാധനങ്ങളും കുറച്ച് ഇട്ടു. ഇത് അരയണല്ലോ, ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഏതായാലും ചിക്കനിൽ നമ്മൾ വേറെ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ അളവുകളൊന്നും ചോദിക്കരുത്, കാരണം ഇത് ഇങ്ങനെയൊക്കെ ഈ ഒരു കണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വന്നാ മതി അല്ലേ? ആയിരിക്കും. അതെ, കാരണം ആക്കിയുടെ റെസിപ്പി അമ്മയുടെ അല്ല, ഉണ്ടാക്കുന്ന ആള് ഞാനാ. നീ ഒന്നും ഉണ്ടാക്കുന്ന ടേസ്റ്റ് വരും. ഈ റെസിപ്പി അയച്ച് ഞാൻ സുഖമായിട്ട് ഉണ്ടാക്കും. ഓക്കെ, നമ്മുടെ ഒരു 10 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഉണ്ടാക്കി ആ ഫോട്ടോ അയച്ചു തരും. ആ ഫോട്ടോ അമ്മയ്ക്ക് അയച്ചു തരും. നോക്കാലോ, നിങ്ങൾ നോക്കണം കേട്ടല്ലോ. വലിയ ആളാകുന്നുണ്ട് കുറെ ദിവസം കൊണ്ട്. അത് ജപ്പാനിൽ പോയ വന്നേ പിന്നെ ഞാൻ ഭയങ്കര സംഭവം എന്റെ വിചാരം. നിന്റെ വിചാരം അത് മാറ്റി വെച്ചാ മതി. ഇതിപ്പോ ശരിക്കും അരിഞ്ഞിട്ടില്ല. ഇതിപ്പോ ഏകദേശം അരിഞ്ഞല്ലോ. ഇനിയിപ്പോ അരിഞ്ഞു കഴിയുമ്പോ വീണ്ടും നമുക്ക് ഇത് മുറുക്ക് അരക്കണ്ട. ഇത് മല്ലിയില ആദ്യം ഇട്ടതുപോലെ തന്നെ മല്ലിയില, കുറച്ച് ഇഞ്ചി, കുറച്ചായിട്ട് ഇട്ടിട്ട് പോണം. എല്ലാം ഓരോ പിടി ഇങ്ങനെ ഇടും. ഓക്കെ. ഞാൻ ശരിക്കും ഒരു പ്രൊഫഷണൽ, നമ്മുടെ ഷോപ്പൊക്കെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാനൊക്കെ വെച്ച് പ്രൊഫഷണലായി ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അമ്മയ്ക്ക് ആ പ്രൊഫഷണലിസം ഇല്ലാത്തോണ്ട് വേണ്ടെന്ന് വെച്ചത്. നിങ്ങൾ പറയുന്നു ഞാൻ ഇവന്റെ വീഡിയോയിൽ വരണോ വേണ്ടയോ? ആൾക്കാർക്ക് പ്രൊഫഷണൽ വീഡിയോ ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് ഇഷ്ടം. കുറച്ച് ക്യാമറ ഒക്കെ കുലുങ്ങണം,
അങ്ങനെയൊക്കെയാ. പക്ഷെ വഴക്കൊക്കെ ഇടിയൊക്കെ വരണം. അത് പിന്നെ എപ്പോഴും ഉണ്ടല്ലോ. ആ പാർവതിക്ക് അങ്ങോട്ട് പോണെന്ന് അവിടെ നിക്കുന്നത്. പാർവതി മറ്റേ ഡ്രസ് ഒന്നും ശരിയായിട്ടില്ല, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കാണിക്കരുത്. ഇസ്ലിയെ പോലാന്ന് ദേ അടുത്ത ആള് വരുന്നുണ്ട്. ഇവിടെ ഫുൾ ബഹളമാ. ഒന്നുമില്ല, ദീദി മേക്കപ്പ് ചെയ്തില്ല, അപ്പൊ ദീദിനെ വ്ളോഗ് ചെയ്യണ്ടാന്ന്. ആയാ പക്ഷെ ഒരു ലുക്കില്ലല്ലോ. കുറച്ചും കൂടെ ഒരു പച്ച ഡാർക്ക് ഗ്രീൻ ആവില്ലേ ശരിക്കും? ഈ കളറാണ്. പച്ച കളർ ബിരിയാണി നിങ്ങൾ എവിടെയും കഴിച്ചു കാണില്ല, ഉറപ്പാണ്. ഒറിജിനൽ പച്ചയാണ്, ഫ്ലേവർ കളർ ഒന്നും ചേർത്തിട്ടില്ല. ഉള്ളി മല്ലിയരി ഒന്നും കൂടെ അരക്കാം. ഓക്കെ, നല്ല ടേസ്റ്റാണ്. ഇത്രയും സാധനങ്ങൾ ബാക്കി വന്നതാണ്. സോ നമുക്ക് ഏകദേശം സവാളയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. സോ അത്രയും നിങ്ങൾ നോക്കി എടുത്താൽ മതി. നമ്മുടെ എൻ്റെ ഒക്കെ കൈൻ്റെ ഒരു ഫുൾ പിടി അത്ര എടുത്താൽ മതി. സോ അത് നോക്കി എടുത്താൽ മതി. പിന്നെ ഇതേ ഇത്രയും ഗ്രേവി ഉണ്ട്. ഇതാണ് അരപ്പ്, സോറി ഗ്രേവി അല്ല അരപ്പ്. ഇതാണ് ഇതിന്റെ മെയിൻ തിങ്. ഓക്കെ, അത് ചിക്കനിലേക്ക് ഇടും. ചിക്കനിൽ ഇച്ചിരി വെള്ളം ഉള്ളതൊക്കെ കളയട്ടെ. ഒട്ടും വെള്ളം വേണ്ട. കുറച്ച് മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ മതി, കളറില്ലെങ്കിൽ ഒരുപാട് വേറെ കളറാവും. ഓക്കെ, കുറച്ചുപ്പ്. ഇപ്പൊ ആവശ്യത്തിന് നമ്മുടെ 1.5 കിലോ ഇറച്ചിക്ക് എത്ര വേണം? ഞാൻ ഇതിനിപ്പോ 2 സ്പൂൺ ഉണ്ട്. ഓക്കെ, അരപ്പ് ചൂടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രേവിയോ? ഇതാണ് ഇനി ഗ്രേവി വരും. ഇത് തന്നെയാണ് ഗ്രേവി. ചിക്കണിന് ഗ്രേവി വേണ്ടേ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോ? അത് ഇതിന്റെ ചിക്കനിൽ പിടിച്ചു കഴിഞ്ഞ് ചിക്കൻ ബിരിയാണിയിൽ ഇട്ടിട്ട് ബാക്കി ഫുൾ നമ്മൾ ഗ്രേവി ആക്കി അതാണ് ബിരിയാണിയിൽ ഇടുന്നത്. അത് ഭയങ്കര ടേസ്റ്റ്, അതാണ് ഏറ്റവും സംഭവം. കൂടുതൽ അരച്ച് ചേർത്തത്. ഓക്കെ ഓക്കെ, ഇത് നമുക്ക് ദോശക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്, ഇഡ്ഡലിക്കൊക്കെ. ഇപ്പൊ ഈ ഒഴിച്ച സാധനം മാത്രം, ഗ്രേവി മാത്രം. ഓക്കെ, സൂപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് വേറെ ചപ്പാത്തിക്ക് പൂരിയൊക്കെ മുക്കി തിന്നാൻ നല്ല ടേസ്റ്റ്. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് സ്റ്റവ് ഓൺ ചെയ്യണ്ടേ? ഇളക്കട്ടെ ആദ്യം. അമ്മ മറന്നുപോയതാണ്. നീ എന്നെ പഠിപ്പിക്കല്ലേ? അടുക്കള കയറിയിട്ട് വർഷങ്ങളായില്ല. അതാ അമ്മ, ഞാൻ ഇവനെയൊക്കെ ഞാനായതാണ് സഹിക്കുക. അതെ, ഇപ്പൊ വരും സ്പൈഡർമാൻ ഡ്രസ് ആയിട്ട് ഇതേ വരുന്നുണ്ട്. 100 ആയിസ എത്തി. ഇതിൽ ഒരു തുള്ളി വെള്ളമില്ല. ചിക്കൻ വേവിക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല. അരക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ടു ബി ഓണസ്റ്റ്, ഇത് ആക്ച്വലി വെയിറ്റ് ലോസ് ചെയ്യാൻ നോക്കുമ്പോൾ ചെയ്യുന്ന ഒരു ബിരിയാണിയാണ്. കാരണം ഇതിലുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് അൺഹെൽത്തി ഉണ്ടോ? ഇല്ല. ഇതിലുള്ള ഒന്നുമില്ല. ചിക്കൻ ഇസ് ഓബ്വിയസ്ലി റിയലി ഗുഡ്. ഫ്രൈഡോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഇതും മാത്രമേ ഉള്ളൂ. കുറച്ച് ഫാറ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. നെയ്യ് ആക്ച്വലി വെയിറ്റ് ലോസിന് ഒരു ലിമിറ്റ് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആണ്. സോ എല്ലാം കൂടെ കൊണ്ട് വെയിറ്റ് ലോസിന് കഴിക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. അളവ് കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മതി. എന്താ മതിൽ കയറുന്ന എനിക്കറിയാം. വേദം അങ്ങനെയൊക്കെയാ. വേവട്ടെ, ആ ടൈമില് ഞാൻ ഷോപ്പിൽ പോയിട്ട് വരാം. കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ, ആവുമല്ലോ. ഭയങ്കര വിശന്നിട്ടായിരിക്കാൻ വരുന്ന കേട്ടല്ലോ. എനിക്ക് എപ്പോഴും വിശപ്പാ. എന്ത് ക്ലീൻ ആൻഡ് സൂപ്പർ ആയിട്ട് ഇരിക്കുന്നതെല്ലാം. അത് തന്നെ സൂപ്പറാണ്. അപ്പൊ ഇതില് ഞാൻ ബിരിയാണി തുറക്കാം, അത് വെയിറ്റ് ചെയ്യ്. അപ്പൊ ഇത് സാലഡ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നു. തൈര്, കട്ട തൈര് നമ്മൾ ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഇത് ആണ് മെയിൻ തിങ്. ഈ ചിക്കന്റെ ആ ഗ്രേവി അല്ലേ, ഇതാ ചിക്കൻ വേവിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഗ്രേവി, അതിന്റെ മസാല എല്ലാം കൂടെ ചേർന്ന് സൂപ്പർ. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഞാൻ ബാക്കിയുണ്ടായിരുന്ന മല്ലിയിലയും ആ പുതിനൊക്കെ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ അരിഞ്ഞിട്ട് ഒരു സാലഡ് ആക്കി. ലീഫി വെജിറ്റബിൾസ് നല്ലതല്ലേ? നീ ആ ബിരിയാണി തുറക്ക്. ആ ബിരിയാണി മിക്സ് ചെയ്യാനൊക്കെ ഞാൻ വേണമായിരുന്നു ഇവിടെ. അത് മിക്സ് ചെയ്താൽ പറഞ്ഞു കൊടുക്കണം. നീ നിനക്ക് വന്നോടനെ ഫുഡ് വേണം കാരണം ഞാൻ സെറ്റ് ചെയ്തതാ. അതാ പറ. ഓ മണം. ഇത് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ലെയർ ചോറിടുക. ഓക്കെ,
ഓക്കെ, ഇത് ചോറിട്ട് കഴിഞ്ഞിട്ട് നടുക്ക് നമുക്ക് എത്ര ചിക്കൻ പീസ് ഉണ്ടോ ആ ചിക്കൻ പീസ് ഫുൾ ഇട്ടു ഞാൻ. മുഴുക്ക ഇട്ടിട്ട് മേളിലും ചോറിട്ടു. അത് കഴിഞ്ഞ് കാഷ്നട്ടും. അപ്പൊ അതിലും ഗ്രേവി ഉണ്ട്, ഇതിലും ഗ്രേവി വരുന്നുണ്ട്. ചിക്കനോടെ കോരി നമ്മൾ ഒരുപാട് ഗ്രേവി എടുക്കരുത്, ചോറ് വല്ലാതെ കുറച്ച് ഗ്രേവി. നമ്മൾ ഈ ചോറൊക്കെ എടുക്കുന്ന ഈ ഓട്ടോട്ട കണ്ണാപ്പാന്ന് പറയും മലയാളത്തിൽ, ഇംഗ്ലീഷിൽ എന്ത് പറയുന്ന അറിയത്തില്ല. ആ പാത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ അതിന്റെ ചാറും ചിക്കൻ എല്ലാം കൂടെ വരും. അത് അങ്ങനെ ഇങ്ങനെ നടുക്ക് ഫുള്ളി ഇടുക. അത് ഇട്ട് കഴിയുമ്പോ അതിന്റെ ചെറുത് ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. ഇതിൽ കൂടെ ഗ്രേവി ഒക്കെ താഴെ പോവില്ലേ? തിക് ഗ്രേവിയാണ്. തിക് ഗ്രേവിയാണ്. അതല്ല, അപ്പൊ ഇതിപ്പോ ചെറുതാണ്, ഞാൻ ഇതിട്ടത്. ഞാൻ വേറെ നോൺ സ്റ്റിക്കിന്റെ വലുതുണ്ടായിരുന്നു, ഇട്ടെടുത്ത്. അപ്പൊ ഇങ്ങനെ കോരി എടുക്കുമ്പോ ഓട്ടയിൽ കൂടെ പോണ്ട ചാറ് പൊക്കുള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഫുൾ ചിക്കൻ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതിലുള്ള ഗ്രേവി അതിൽ ഉണ്ടായിരിക്കും. മേളില് ചോറ് ഇടുക, കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്തൊക്കെ ഡെക്കറേഷൻ വേണം, പിന്നെ ഫൈനൽ ഗ്രേവി മുകളിലിടുക. പിന്നെ ഇതിൽ ഗ്രേവി കുറച്ചൊരു ഭംഗിക്കും പിന്നെ കുറച്ചൊരു ഫ്ലേവറാണ്, കാരണം ബാക്കിയുള്ള ആവശ്യമുള്ള ഗ്രേവി നമുക്ക് അതിൽ നിന്ന് എടുക്കാമല്ലോ. നമുക്ക് ചോറിലിട്ട് കഴിക്കാൻ വെറുതെ ഇതിപ്പോ 2, 3, 4 ദിവസം ഇരുന്നാലും ചീത്തയാവും. മനസ്സിലായി, കാരണം വെള്ളമായി ഒട്ടുമില്ല. അതെ, അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇതിപ്പോ ഞാൻ ഭംഗിക്ക് ചുമ്മാ അവിടെ ഇവിടെ കുറച്ച് ഒഴിച്ചതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ടാൽ മതി. പിന്നെ ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ 1 കിലോ അരിയും ഒരു 1.25 കിലോ ഇറച്ചിയാണ്. ഇപ്പൊ 4 പേർക്കുള്ള ഫാമിലി ആണെങ്കിൽ ആക്ച്വലി ഒരു 1/2 കിലോ അരിയും മതി, ഒരു 3/4 കിലോ ചിക്കനും. ഇത് ഇപ്പൊ ഞാൻ മാത്രം കഴിക്കുകയാണെങ്കിൽ ഇത് 2 ദിവസം ഉള്ളല്ലോ. അപ്പൊ 4 പേര് നിനക്ക് സുഖമായിട്ട് 2 ദിവസം 2 നേരം കഴിക്കുമ്പോ തീരും. അപ്പൊ 4 നേരം, അപ്പൊ നിന്റെ വയറ് എന്തു അതിലും. ഓ മൈ ഗോഡ്, എനിക്കിതൊരു 3 വീക്സിൽ കാണും. 3 വീക്സ്, ഒരു ദിവസം ഒരു നേരം അങ്ങനെ. അപ്പൊ നിന്റെ വയറ് എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ ബിരിയാണി ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഒന്ന് കഴിച്ചാൽ കൂടെ മാത്രം മതി. കോമ്പിനേഷൻ പപ്പടം, സാലഡ്, ഗ്രേവി. അച്ചാറ് നമ്മള് കൂട്ടുന്നല്ല. അച്ചാറില്ലല്ലോ. അതാണ് അച്ചാറില്ല. സാധാരണ ബിരിയാണിയുടെ അച്ചാറും കാണണല്ലോ. വേണ്ട, അത് നമ്മുടെ ഷോപ്പിലെ അമ്മാസ് പിക്കിളൊക്കെ ഉണ്ട്. ഷോപ്പിൽ വേണമെങ്കിൽ നിങ്ങൾ അച്ചാർ വാങ്ങാം. പിക്കിളൊക്കെ ഉണ്ട്, നല്ല പ്രോൺസും ചിക്കനും എല്ലാ പിക്കിൾസും നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പൊ ഇനി കഴിച്ചാൽ മാത്രം മതി. ബോയിൽഡ് ഒക്കെ ഇല്ലാതെ എന്ത് ഒരു കാര്യമില്ല. വെച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അമ്മ താങ്ക് യു ഫോർ അടിപൊളി ബിരിയാണി. ആൾക്കാർ കുക്ക് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ അത് അമ്മയ്ക്ക് അയച്ചു തരാം. എന്താ എല്ലാരും ഇതുപോലെ തന്നെ ഉണ്ടാക്കണം. ഐറ്റംസ് ഇതൊക്കെ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചോളൂ. അതായത് പുതിന വേണം, മല്ലിയില വേണം, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഐറ്റംസ് വേണം. അപ്പൊ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറച്ചാൽ ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഈ ബിരിയാണിയുടെ ഫ്ലേവർ വരും. അപ്പൊ എല്ലാരും സന്തോഷത്തോടെ ബിരിയാണി കഴിക്കുക. എല്ലാവരും വയറ് നിറഞ്ഞു തുളുമ്പട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ. ബിരിയാണി, മുട്ട, അതിന്റെ കൂടെ നമ്മുടെ ഈ ഒരു ഇതാണ് സംഭവം കേട്ടോ. ഇത് നിങ്ങൾ കുറച്ച് കൂടുതൽ ഒഴിച്ചോ, കാരണം ഗ്രേവിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. അതിൻ്റെ കൂടെ കുറച്ച് സാലഡ്. ഞാൻ ബിരിയാണിയുടെ സാലഡും പിക്കിളും കഴിക്കുന്ന ആളല്ല കേട്ടോ. സോ അമ്മയുടെ ഫുഡിന് അഭിപ്രായമില്ല. എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് മീൽസ് ഇൻ ദിസ് വേൾഡ് ആണ്. സോ നിങ്ങൾ കുക്ക് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം ഇൻസ്റ്റാഗ്രാമിൽ കൂടെയോ യൂട്യൂബ് കമൻസിൽ കൂടെയോ അറിയിക്കുക. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.